മാസ്റ്റർ മാത്രമല്ല, ഒരു ജൂവലറിയിലെ മാനേജറും കൂടിയാണ്. ആള് കൊള്ളാട്ടാ. എന്തായാലും ആ ജ്വല്ലറി പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും അഭ്യാസം കാണിച്ചല്ല, ആള് തന്നെ ഇടിച്ച് പഞ്ഞി കിട്ടുള്ളൂ. ആ നാടൻപാട്ട് ടീം സ്റ്റേജിൽ എത്തിയില്ല. സ്റ്റേജിലെത്തി. ഏത് സ്റ്റേജിൽ? ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് സാറേ. അവരിതുവരെ വന്നിട്ടില്ല. ഇതുവരെ എത്തിയില്ലേ? എടാ, സമയത്ത് നാടൻപാട്ട് കയറിയില്ലെങ്കിൽ സാറിന്റെ വായിൽ നിന്നാലും നാളെ തെറിയേക്കും. സാറ് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഞാൻ വേറൊരാളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാടൻപാട്ട് കയറണോ? നാടൻപാട്ടല്ല, ഗാനമേളകളിൽ അടിപൊളി പാട്ട് പറഞ്ഞ സെറ്റ് രാജ. സെറ്റിരാജ്? ശരിക്കും പേര് സത്യരാജ് എന്നാണ്. ഈ ഗാനമേള കഴിഞ്ഞാൽ പിന്നെ പുള്ളി അടിച്ച് സെറ്റാണ്. അതാണ് ഈ സെറ്റ് രാജ. എടാ, നീ ഏത് പാട്ടാ പാടാൻ പോണത്? നിർത്തിക്കേ. എടാ, ഇത് സിനിമാ പാട്ടല്ലേ? എടാ, ഇവിടെ നാടൻ പാട്ടാണ് പാടേണ്ടത്. നാടൻ പാട്ടിന്റെ വരികൾ എനിക്കറിയില്ല. എടാ, അത് സാരമില്ല. നിനക്ക് നാടൻ പാട്ടിന്റെ ടൂൺ അറിയൂലേ? അതറിയാം. നീ പാടിയ പാട്ടിന്റെ വരികൾ വെച്ചിട്ട് ഒരു നാടൻ പാട്ട് ശൈലി അങ്ങ് പാട്. അത് മതിയാ. ആർക്കും മനസ്സിലാവില്ല, പാടിക്കും. എന്നാ ഓക്കെ. നാടിന്റെ നന്മകനെ പൊന്മകനെ മുത്തായവനെ സൂര്യനും ചന്ദ്രനും ഒന്നായവനെ ഇല്ലുമിനാറ്റി 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 ഇല്ലുമിനാറ്റി. സാർ, ഇവരെന്ത് നാടൻപാട്ട് ഈ പാടുന്നത്? അല്ല, നിങ്ങളാരാ? ഞങ്ങൾ ശരിക്കും നാടൻപാട്ട് പാടാൻ വന്ന ആൾക്കാരാ. നിങ്ങൾ അവിടെ പോയി കിടക്കണായിരുന്നു. എക്സ്ക്യൂസ് മീ സാർ, ഈ കിണക്കിണ മനസ്സിലായോ? ആ പാട്ട് മാറ്റി പാടിയാലോ? മാറ്റി പാടാം. നമുക്ക് ആദ്യം ഇങ്ങോട്ട് മാറിക്കാം. എവിടെ പോയി മാറി എന്ന് പാടാം. അപ്പൊ നാടൻ പാട്ട്, നാടൻ പാട്ട് വേണം, നാടൻ പാട്ട് വേണം. സെക്കൻഡ് ഓപ്ഷൻ നിങ്ങളുടെ ടീം സെറ്റ് അല്ലേ? പിന്നെ സെറ്റാണ്. എന്താ തുടങ്ങിക്കോട്ടെ.